അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മള് ശിവാജി നഗർ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു സാധനം വാങ്ങിയില്ലേ, കുനാഫയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സാധനം തുടങ്ങി. എനിക്ക് പേരൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഷോണിമൊക്കെ എന്നോട് വന്നത് പാലൊക്കെ ഇട്ട് കുടിക്കാൻ നല്ലതാണ്, പഞ്ചസാരയൊക്കെ ഇട്ട്. അപ്പൊ സാധനം തണ്ടി ഇതാണ് കേട്ടോ, ഇതാണ് സംഗതി. അപ്പൊ ഞാനത് കുറച്ച് എടുത്തിട്ടുണ്ടേ. ഇതും കൊണ്ട് ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണെങ്കിൽ എന്ത് മാത്രം സക്സസ് ആകും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. അപ്പൊ അതിന് ആദ്യം തന്നെ ഞാനൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി രാവിലെ നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് ഇല്ലേ, അതാണ് കേട്ടോ. അതൊന്ന് ഞാൻ ആ നെയ്യിലേക്ക് വെക്കുന്നു. സിമ്മിലിട്ടാൽ മതി. ഏകദേശം പാൻ നന്നായി ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ സിമ്മിലിടുക. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പാല് അതിലൊന്ന് തിളച്ച് വരട്ടെ. നോക്ക്, പാലിൽ നമ്മുടെ ബ്രെഡ് നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. സൈഡ് നല്ലപോലെ ആയില്ല. അപ്പൊ അവിടേക്ക് നമുക്ക് കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കാമേ. ഷുഗർ സിറപ്പായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ആരും ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പി ഒന്നും അല്ല കേട്ടോ. ഇത് ഞാനായിട്ട് ഇപ്പൊ മെയ്ഡ് ചെയ്യുന്നൊരു റെസിപ്പിയാണ്. കുറച്ച് വാനില എസൻസ് കൂടെ ഇങ്ങനെ കൊടുക്കാമേ. അപ്പുറം സൈഡും ആയിട്ടുണ്ട്. നമുക്ക് അവിടെ ഇവിടെ കുറച്ച് ഷുഗർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ ആ കുനാഫയുടെ സാധനം ഇടാമേ. നിങ്ങൾക്ക് ഷുഗർ എത്ര വേണം അതനുസരിച്ച് ഷുഗർ ഇട്ടാൽ മതിയേ. ഷുഗർ അധികം വേണ്ട എന്നുള്ളവരാണെങ്കിൽ അധികം ഷുഗർ ഇടണ്ട. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കുന്നു. കുറച്ചുകൂടെ പാലൊഴിച്ചു കൊടുക്കുന്നു. അതിന് മുകളിലേക്ക് നമ്മൾ നട്ട്സ് ഇല്ലേ, ആ നട്ട്സ് പൊടിച്ച് വെച്ചാണ് കേട്ടോ. നമ്മുടെ കാഷ്യൂവും പിസ്തായും ആണേ. അതിട്ട് കൊടുക്കുന്നേ. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ. ഇനി ഇതിന് മേലേക്ക് ഒരു ഫ്രഞ്ച് ടോസ്റ്റ് കൂടെ വെക്കണേ. പക്ഷെ അത് എടുത്തു വെക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. അത് നമുക്കൊന്ന് തിരിച്ചിടാമേ. കുറച്ചുകൂടെ പാല് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സാധനം ഏകദേശമൊക്കെ റെഡിയായി. നമുക്കിനി ഇതൊന്ന് എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമേ. അതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ലുക്ക് വൈസ് എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് കഴിച്ചു നോക്കിയാലോ. സംഗതി സൂപ്പറാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ, എന്താണ് നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് ഒത്തിരി ടോസ്റ്റ് ആവില്ല, ഒരു ചെറിയ ഒരു മയം കൂടി വേണം. സംഗതി സൂപ്പറാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്യാം. ഇച്ചിരി കൂടെ മധുരം വേണം, എന്നാലാണ് ഒന്നുകൂടെ ടേസ്റ്റ് എന്ന് എനിക്കൊരു ഫീൽ ചെയ്യുന്നു. പിന്നെ അവർക്ക് എത്രയാണോ മധുരം ഇഷ്ടം അതുപോലെ ചെയ്താൽ മതി. അപ്പൊ എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു സ്നാക്കായിട്ടോ ഒരു ഡെസേർട്ടായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാമേ. അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കുമ്പോൾ ഒരു പേരൂടെ കണ്ടുപിടിച്ച് വെച്ചോ. കാരണം ഇതിന് ഞാൻ പേരൊന്നും കണ്ടുപിടിച്ചില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം മറക്കാതെ എന്നും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോടെ കാണാം. ബൈ.